നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ചൂടൊക്കെ അല്ലേ, വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി ആപ്പിൾ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് പാലാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെച്ച് ആ ഗ്ലാസ്സിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ കട്ട കുത്താതെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടട്ടെ. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് കട്ട കുത്തില്ല നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പാൽ ഒഴിച്ച് പെട്ടെന്ന് കട്ട കുത്താനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ ഐസ്ക്രീം. ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ നന്നായി മിക്സ് ആയതിനു ശേഷം കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു ആപ്പിള് മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തണുപ്പിച്ച് കട്ടയായിട്ടുള്ള പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആപ്പിൾ സ്മൂത്തി ഇല്ലേ, അത് സ്മൂത്തി ലെവലിലാണ് എടുക്കേണ്ടത്. ഒരു ക്രീമി പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്യാമറ ഒന്നും ഓഫായിപ്പോയി, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. 1/2 ഗ്ലാസ് പാല് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ സ്മൂത്തിയിലെ ആപ്പിൾ ജ്യൂസ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമാണ്. തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ കട്ടയിട്ട് പോകും. ഇപ്പം ചില ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് ചിലത് നന്നായിട്ട് അരയാതെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പോയി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്രീമൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് ഇത്രയും മതി എന്നാണ് തോന്നിയത്, അതുകൊണ്ടാണ്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ സ്റ്റവ് ഇരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ വീണ്ടും ചിലപ്പോൾ നമുക്കൊന്ന് കട്ടി ഒന്ന് കുറഞ്ഞ ലൂസായ ഇതിലായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. അത് വല്ലാതെ കുറുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം നന്നായിട്ട് കട്ടയായിട്ട് വരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു പരുവത്തിൽ വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആപ്പിളിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നതാണ്, അപ്പോൾ ശരിയാവും. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രം വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അതെന്നാലാണ് നന്നായിട്ട് ആ ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് പിടിക്കുകയുള്ളൂ. പിന്നെ ഇതേപോലെ ഒരു ഡാർക്ക് കളറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം അത് നമ്മളൊരു എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി അടച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ 2 to 3 മണിക്കൂർ വരെ ഒന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രീസറിന് എത്രത്തോളം കൂളുണ്ട് അതിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ 2 മണിക്കൂറിലധികം ഞാൻ വെച്ചിരിക്കുന്നു. അങ്ങനെ അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതില്ല നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള
ഐസ്ക്രീം കിട്ടും. ഇപ്പോഴും റെഡിയാണ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഈ അരയാത്തുള്ള ആപ്പിളിൻ്റെ കഷ്ണമൊക്കെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അത് അരഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അധികം നേരമൊന്നും മിക്സിയിലിട്ട് കറക്കിയെടുക്കേണ്ട ഉണ്ടാവും, ഒന്നൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ മാത്രം. അങ്ങനെ ഞാൻ അതേ പാത്രത്തിലേക്ക് തന്നെ അത് അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കട്ടായിട്ട് വരുന്നത് എത്രത്തോളം ഐസ്ക്രീം കട്ടായിട്ട് വന്നോ അതാണ് കേട്ടോ, അത് ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യാത്തതാണ്, അതുകൊണ്ടാണ്. ഇനി ഞാൻ അതിൻ്റെ മേലേക്ക് ഇതേപോലെ തൊലി കളഞ്ഞിട്ടുള്ള ഒരു ആപ്പിൾ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കഷ്ണം മുറിച്ചിട്ടെടുത്താലും കുഴപ്പമില്ല, നമുക്ക് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് തണുത്ത് വരുന്ന സമയത്ത് ഒന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് കാണണ്ടേ, അതുകൊണ്ട് മാത്രം ചെയ്യാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഐസ്ക്രീമിൻ്റെ പണികൾ 90% കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 to 9 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം റെഡിയാവും. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇനി നമുക്കത് ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടും തണുപ്പ് ഉള്ളിലേക്ക് ഡയറക്റ്റ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് 8 to 9 നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം മണിക്കൂർ, 8 മണിക്കൂർ to 9 മണിക്കൂർ വരെ ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 8 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആപ്പിളൊക്കെ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ആപ്പിളായതുകൊണ്ട് എന്തായാലും കളറൊന്ന് മാറും, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഇതങ്ങി ഒന്ന് ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുത്ത് നോക്കാം. ഞാൻ സ്കൂപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു തവി വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം. നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം, ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതൊന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.